ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. അബിക്കുട്ടൻ ഇന്ന് ട്യൂഷനിൽ എക്സാമാണ്. അപ്പോൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആശാൻ കിടന്നുണ്ടായിരുന്നു. പക്ഷേ എണീക്കാൻ പറ്റിയില്ല. ഇന്നലെ ഒരു അയ്യപ്പ വിളക്കിന് പോയി വന്നിട്ട് രാത്രി കിടന്നുറങ്ങാനൊക്കെ നേരം വൈകിപ്പോയി. അപ്പോൾ അതിൻ്റെ തിരക്കിട്ടുള്ള ഓട്ടത്തിലാണ് ആശാൻ. നമ്മൾ മോനെ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയ സമയത്ത് നമ്മുടെ മുന്നിൽ തന്നെയുള്ള ഈ വാഴക്കൃഷിയാണ്. ഈ വാഴക്കൃഷി നല്ല രസമാക്കാണ്. രാവിലെ തന്നെ എണീറ്റ് ഈ ഒരു ചെറിയ ചേമാസിലെ ഈ മഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ വാഴക്കൃഷിൻ്റെ ഈ സ്ഥലം കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ സ്ഥലം. പിന്നെ അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ടുകളും രാവിലെ തന്നെ കാണുന്ന ഈ നേച്ചുറലായിട്ടുള്ള കാഴ്ചകളും കാണുമ്പോൾ നല്ലൊരു വൈബാണ് രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ മോനെ ഇങ്ങനെ ട്യൂഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നാൽ ഇവിടെ അതാ രണ്ടാൾക്കാർ. ഇതാ നമ്മളെ മിന്നുക്കുട്ടിയും അവളെ ഒരു കുട്ടിയും. മിനുക്കുട്ടി ഞങ്ങളിവിടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു കുട്ടിയായിരുന്നു. എന്താ വെച്ചാൽ അപ്പോൾ ഇവളെ അമ്മേൻ്റെ കൂടെയാണ് ഇവൾ നടന്നുകൊണ്ട് വന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഓളെ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഇനി 2 മക്കളുണ്ട്. പക്ഷെ അവരെ ഒന്നും ഇതുവരെ പുറത്ത് ഇറക്കിയില്ല. ഞാൻ എപ്പോഴും ഇവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാറുണ്ട്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി വരുന്ന എന്തെങ്കിലും ഫുഡ് ഉള്ളപ്പോൾ അത് കൊടുക്കല. പക്ഷേ ഇന്ന് ഫുഡൊന്നുമില്ല. നാടൻ പൂച്ചകളായതിനെ കൊണ്ട് എന്തും കഴിക്കും. അപ്പോൾ ഇവർ എൻ്റെ അടുത്തുനിന്ന് തിരിഞ്ഞ് കളിക്കുന്നത് എന്തിനാ അറിയോ? എൻ്റെ കയ്യിൽ സിംബക്കുട്ടൻ്റെ ബാക്കി വന്ന കുറച്ച് ഫുഡ് എൻ്റെ കയ്യിലുണ്ട്. അവന് കൊടുത്ത സമയത്ത് അവനത് ഫുള്ളും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവനത് തൊടുന്നത് ഭയങ്കര റയറാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ എന്താക്കും, ആ വരുന്ന ഫുഡ് ഇവർക്ക് കൊടുക്കും. പിന്നെ അവന് പുതിയ ഫുഡ് കൊടുക്കല ചെയ്യുന്നു. അങ്ങനെ സമയത്ത് ഇവർക്ക് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്കറിയാം ഞാൻ എവിടെയാണ് അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാമെന്ന്. കണ്ടോ ആ കുട്ടൂസ് പോയി അവിടെ നിൽക്കുന്നത്? അതേപോലെ തന്നെയാണ്. അപ്പോൾ ഫുഡ് അവിടെ ഇട്ടെടുത്ത് അവരതും കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുകളിൽ നിന്ന് 2 ആൾക്കാരിങ്ങനെ ഒച്ച ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എവിടെയാണ് ഇത് ഒച്ച വരുന്നത്. നോക്കുമ്പോൾ ഇവർ ടെറസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിന്നിട്ടാണ് ഒച്ച ഉണ്ടാക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് ചിലപ്പോൾ ഇവരെ കാണൂല കേട്ടോ. ഇന്ന് ഞാൻ കണ്ട സമയത്ത് അവരിങ്ങനെ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് നോക്കുന്നത്, മെല്ലെ അവിടെ നിന്ന് ഇങ്ങനെ ഏന്തി നോക്കുന്നുണ്ട്. അപ്പോൾ അതാ 2 ആളതാ മുകളിലേക്ക് ഇരിക്കുക. അങ്ങനെ ഇവരെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. രാവിലത്തെ എൻ്റെ പണികൾ കുറച്ചൊക്കെ ഇങ്ങനെയാണ്. ഇവരെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.